സന്താനങ്ങളുടേതായിരിക്കുന്ന അന്ധകാരത്തെ കാണാൻ സ്വന്തം നയനം കെട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ? നയനം തുറന്ന് നോക്കിയാലല്ലേ സന്താനങ്ങൾ നല്ലതോ ദോഷമോ ചെയ്യുന്നത് മനസ്സിലാവുമോ? നയനം കിട്ടിയാലോ ഇതൊന്നും മനസ്സിലാവുമോ? ഈ നയനം കിട്ടിയ പോലെ ഇല്ലേ? ഇരിക്കട്ടെ, ആ ശൂന്യതയിൽ നിന്ന് ഈശ്വര ചൈതന്യം അവിടെയാണ് ഈശ്വര ചൈതന്യം നിലനിൽക്കുക. ഈശ്വരൻ ശൂന്യമായിരിക്കുന്ന ഫലത്തിൽ നിൽക്കുന്നവനാണ് അല്ലേ? ഒന്നും ആഗ്രഹിക്കാത്തവൻ അല്ലേ? ആഗ്രഹം ഉണ്ടായാലേ നമുക്ക് കിട്ടാഞ്ഞാൽ വിഷമം ഉണ്ടാവും അല്ലേ? ഒരു ചെറിയ പൈതങ്ങൾ ഒരു കളിപ്പാട്ടം വിൽപ്പന ചെയ്യുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കളിപ്പാട്ടം കണ്ടു അല്ലേ? അത് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ രോദനം ചെയ്യും അല്ലെ? കരഞ്ഞുകൊണ്ടിരിക്കും. അത് കിട്ടുന്നവരെ അവിടെ അല്ലെ ധരണി പതിച്ച് തെരഞ്ഞു കളിക്കും അല്ലേ? ഇതൊന്നും ആഗ്രഹമില്ലാതെ കുട്ടി അതിലെ പോയി കഴിഞ്ഞാൽ അങ്ങ് നോക്കുക. അതാണ് ആഗ്രഹിച്ചാലേ കിട്ടിയിട്ടില്ലേ വിഷമമില്ല, ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. അപ്പം ശൂന്യമായിരിക്കുന്ന അവിടെയാണ് ഈശ്വര ചെയ്യുന്നത്. അപ്പം ഈശ്വരനിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനിയൊന്നും ചിന്തിക്കില്ല. എല്ലാം സർവമയം ഈശ്വരൻ അല്ലേ? അത്രമാത്രം ചിന്തിക്കാം, നമ്മുടെ ജീവിതം പുണ്യമായിരിക്കും കേട്ടാ. സർവഭാവത്തെയും വിധീകരിക്കുന്ന ഉണ്ടാകും. അവിടെയാണ് നമുക്കൊന്നും പറഞ്ഞല്ലോ ഇപ്പം ഭഗവാൻ, ഒന്നിനും ആഗ്രഹമില്ല, എല്ലാം ശൂന്യമാണ്. ഹൃദയത്തിലെ മനസ്സ് അതൊക്കെ ഭഗവാൻ വിശേഷിച്ച കാര്യമാണല്ലോ. സൽക്കർമ്മമത് ചെയ്തിട്ടും ദുഷ്കർമ്മമുളവായി വരുന്ന അല്ലെ, നല്ലത് ചെയ്തിട്ടും നമ്മൾ ദോഷം ഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏത് ദോഷങ്ങളും അല്ലേ അനവൃതമായിരിക്കുന്നതാണ്. അതൊന്നും നമ്മൾ എന്നിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കർമ്മം ആരെന്ത് പറയുന്നില്ലേ, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നല്ലത് നമ്മുടെ വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഒരുപാട് പറയേണ്ടി വരുന്നു. ഇവിടെ അറിയാം, ഇവിടെ ഭഗവാൻ അറിയാം അല്ലേ? എനിക്ക് നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. അതാണ് അത്രമാത്രം അറിഞ്ഞാൽ ആ സന്തോഷം എന്നും നിലനിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കും കേട്ടോ.